ലിവൈസ് ഈ വേൾഡ് കപ്പിൽ നടത്തിയ ഒരു വെള്ളത്തുണി മാർക്കറ്റിംഗ് പരിചയപ്പെടാം നമുക്ക്. 2026 ഫുട്ബോൾ ലോകകപ്പിന്റെ ഭാഗമായി ഫിഫ ചില കർശനമായ നിയമങ്ങൾ കൊണ്ടുവന്നിരുന്നു. അതിലൊന്നാണ് ക്ലീൻ സ്റ്റേഡിയം നയം. ഇതനുസരിച്ച് ലോകകപ്പിന്റെ ഔദ്യോഗിക സ്പോൺസർമാരല്ലാത്ത കമ്പനികളുടെ ലോഗോകളോ പേരുകളോ സ്റ്റേഡിയങ്ങളിൽ പ്രദർശിപ്പിക്കാൻ പാടില്ല. അമേരിക്കയിലെ കാലിഫോർണിയയിലുള്ള ലിവൈസ് സ്റ്റേഡിയം ഈ നിയമം മൂലം വലിയൊരു പ്രതിസന്ധി നേരിട്ടു. അവർ ലോകകപ്പിന്റെ ഔദ്യോഗിക സ്പോൺസർമാരല്ലാത്തത് കൊണ്ട് തന്നെ സ്റ്റേഡിയത്തിന്റെ പേരും ലോഗോയും മറക്കേണ്ടി വന്നു. സ്റ്റേഡിയത്തിന്റെ പേര് താൽക്കാലികമായി സാൻ ഫ്രാൻസിസ്കോ ബേ ഏരിയ സ്റ്റേഡിയം എന്ന് മാറ്റി. എന്നാൽ ലിവൈസ് കമ്പനി തങ്ങളുടെ ലോഗോ മറയ്ക്കാൻ തെരഞ്ഞെടുത്ത വഴി വളരെ കൗതുകരമായിരുന്നു. അവർ ലോഗോയ്ക്ക് മുകളിൽ ഒരു വെള്ള തുണിയിട്ട് മറച്ചെങ്കിലും ആ തുണിക്ക് ലിവൈസിന്റെ പ്രശസ്തമായ ബാറ്റ്വിംഗ് ആകൃതി തന്നെ നൽകി. ലോഗോയിലെ പേര് കാണാനില്ലെങ്കിലും ആ രൂപം കണ്ടപ്പോൾ തന്നെ ലിവൈസ് ആണെന്ന് കാണികൾക്ക് പെട്ടെന്ന് മനസ്സിലായി. ലോഗോയിലെ പേര് മറച്ചിട്ടും ബ്രാൻഡിന്റെ ഐഡന്റിറ്റി നിലനിർത്താൻ അവർക്ക് കഴിഞ്ഞു. സോഷ്യൽ മീഡിയ അക്ഷരാർത്ഥത്തിൽ ഇത് ഏറ്റെടുക്കുകയും ചെയ്തു. ഈ അവസരം മുതലെടുത്ത് ലിവൈസ് തങ്ങളുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ ചിത്രവും സ്റ്റേഡിയത്തിൽ ലോഗോ മറച്ച അതേ രീതിയിലേക്ക് മാറ്റി. ലോഗോയിലെ പേരില്ലാതെ തന്നെ ജനങ്ങൾ തങ്ങളെ തിരിച്ചറിയുമെന്ന് ലിവൈസ് ഈ മനോഹരമായ തന്ത്രത്തിലൂടെ തെളിയിച്ചു തന്നു. വലിയ ബ്രാൻഡുകൾ കോടിക്കണക്കിന് ഡോളറുകൾ നൽകി വേൾഡ് കപ്പിൽ പരസ്യം നൽകിയപ്പോൾ ലിവൈസ് ഒരു വെള്ള തുണി കൊണ്ട് അത് സാധിച്ചു എന്ന് വേണം പറയാൻ. ഇത്തരത്തിലുള്ള മാർക്കറ്റിംഗ് വീഡിയോകൾക്കായി പേജ് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്ത് വെച്ചോ.